ഹായ് ഗായ്സ്, നിങ്ങളിപ്പോൾ കുറച്ച് ക്ലിപ്സ് കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ദുഃഖശനിയാണ്. അപ്പോൾ ദുഃഖശനിക്ക് എടുക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്ന വീഡിയോയുടെ ഇൻട്രോ ആണ്. സോ അതിൻ്റെ കുറച്ച് പിന്നാമ്പറ കാഴ്ചകളാണ് ശരിക്കും ഇന്നത്തെ ഫുൾ വീഡിയോ ബിഹൈൻഡ് ദ സീനാണ്. അപ്പോൾ നമ്മളിപ്പോൾ കറൻ്റ് ഉള്ളത് ജേജിൻ്റെയും ജോൺസിയുടെയൊക്കെ കണ്ടത്തിലാണ്. നമ്മൾ നാളെ കുളം പറ്റിക്കൽ വ്ളോഗാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു മോട്ടർ അമ്മയുടെ നിന്ന് എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ബട്ട് ഇപ്പം ബോംബെ വ്ളോഗ് ആ ഒരു കറൻ്റ് 2 വീഡിയോ കൂടെ വരാനുണ്ട്. പിന്നെ അതുപോലെ ഈ ഇപ്പം നമ്മൾ പറ്റിക്കാൻ പോണ കുളത്തിൻ്റെ ഒരു വ്ളോഗും കൂടെ വരാനുണ്ട്. ബട്ട് ഈ വ്ളോഗ് എന്തായാലും ഉടനെ ഇടേണ്ടതുകൊണ്ട് ഞാനിത് ഇടയ്ക്കുന്ന നമ്മളിപ്പം ഞായറാഴ്ച എന്തായാലും പോസ്റ്റ് ചെയ്യാൻ എൻ്റെ മാക്സിമം ഞാൻ നോക്കുന്നതായിരിക്കും. സോ നമുക്ക് കുറച്ച് പിന്നാമ്പറ കാഴ്ചകൾ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തുടർ കാഴ്ചകളിലേക്ക് പോകാം. ഇപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് അവിചേട്ടന് ഇതൊക്കെ ചെടി നനയ്ക്കണം എന്നുള്ളൊരു തോന്നുന്നു. അപ്പോൾ എന്താ അല്ലേ, വെള്ളമുണ്ട് എന്ന് പറഞ്ഞാൽ ചേച്ചന കർഷകനാ. അടി അത് നിങ്ങൾ കേട്ടിട്ടില്ല മനസ്സിലായി. ഞങ്ങൾ തമ്മിലുള്ള ജോക്കാം, ഞാൻ പറഞ്ഞു തരൂല. ജെയ്ജിൻ സാർ വെൽക്കം ടു അവർ ബ്ലോഗ്. ജിവിൻ സാർ, ജോൺസി പണിയെടുത്ത് തുടങ്ങിയിരിക്കുന്നു സുഹൃത്തുക്കളെ. ജോൺസി ഞാനൊക്കെ കട്ട ഒരേ കോസ്റ്റ്യൂമില്ല. ഇതാണ് നമ്മുടെ ജോജി ചേട്ടൻ്റെ കുളം. ഇതുപോലൊരു കുളത്തിലോട്ടാണ് നമ്മളും പോകുന്നത്. കുളം മീനൊക്കെ ഇടാനുള്ള പ്ലാനാണെന്ന് തോന്നുന്നു. വലിയ കുളം, നല്ല രസമുണ്ട്, ബ്യൂട്ടിഫുൾ. ഇപ്പം എന്തായാലും ഈ വീപ്പ് എടുക്കാനുള്ള പ്ലാനാണ്. ഞങ്ങളുടെ കണ്ടത്തിൽ നിന്ന് ബീപ്പ് അടിച്ചുകൊണ്ട് പോകുന്നതാണ് ജസ്റ്റിൻ. അതാണ് ജസ്റ്റിൻ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം പണിയെടുക്കുന്നത്. ഉണ്ടോ അയ്യോ മരം ചോക്കുന്ന പോലെയാണ് കഴിച്ച് 2 പേരുടെ വീപ്പേ നോക്കുന്നത്. നമ്മൾ മോട്ടറൊക്കെ എടുത്തിട്ടുണ്ട്. ഓ ജോൺസി ഡ്രിഫ്റ്റൊക്കെ അടിച്ചു മോനെ വിഷയം കണ്ടോ സീൻ തന്നെ. ജോൺസി സീറ്റ് ബെല്ലൊക്കെ ഇട്ടുണ്ട്. ജോൺസി നിങ്ങൾക്ക് കാണാത്തോണ്ടാണ്. ഓഫായി ടേക്ക് 2. ഇവിടെ കറങ്ങി പോലും ഇല്ലല്ലോ വിഷയം. ജോൺസി മപ്പ് റൈഡർ ജോൺസി. എല്ലാ കൂട്ടത്തിലും കാണുള്ളൂ ഇത്ര നന്നായിട്ട് വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ. ജോൺസി സൂപ്പറായിട്ട് വണ്ടി ഓടിച്ചിട്ടോ. അപ്പം എന്തായാലും നമ്മുടെ വണ്ടി എടുത്ത് പോവാം കേട്ടോ. അപ്പോൾ സാധനമൊക്കെ ഇറക്കി തുടങ്ങി പൊക്കോണ്ടിരിക്കുകയാണ്. കുറച്ച് സാധനം ഞാനെടുത്തു. ജിബിൻ്റെ ഉണ്ട് മോട്ടർ. സോറി ഞാൻ കാണിക്കണം. ചേച്ചി നീങ്ങുന്ന കേട്ടോ. രാത്രി നീങ്ങനെ നാളെ മേടിച്ചോ കേട്ടോ. ഏതിന് ഏറ്റവും വെയിറ്റുള്ള സാധനം എടുത്ത്. ഇല്ലടാ ഇത് മറ്റേ 6X കൂമൊന്നും ഇല്ലടാ, DSLR അല്ലേ. നീ അവിടെ നിന്ന് റെഡി ഫുൾസ് അങ്ങനെ കണ്ടെത്തി എത്തിയിട്ടുണ്ട്. അത് നമുക്കൊരു ചാക്കിടാം. ഇവിടെയാണ് നമ്മൾ കൊയ്ത്തൊക്കെ കഴിഞ്ഞത്. പക്ഷേ കൊയ്ത്തിൻ്റെ വ്ളോഗ് ഇടാൻ പറ്റില്ലല്ലോ. ഇത് അങ്ങ് ദൂരെ ഇതേ നോക്ക്, അവിടെ മഴ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ മഴയ്ക്ക് മുമ്പ് ഓടി അപ്പുറം എത്തി കയറാനുള്ള പ്ലാനാണ്. അപ്പോൾ നമ്മൾ മോട്ടറൊന്നൊക്കെ സെറ്റ് ചെയ്ത് എല്ലാം ചാലുവാക്കിയിട്ടുണ്ട്. ഓൾ സെറ്റ്. അപ്പം നാളത്തേന് വേണ്ടി ഫുൾ പ്രിപ്പയർഡ് എല്ലാവരും ഉണ്ട്. നനയണ്ട, ഓടാം. അപ്പോൾ നമുക്ക് എന്തായാലും നാളെ ഇൻട്രോ ഒന്നുമില്ല, ഇനി ഇൻട്രോ ഒന്നുമില്ല. നാളെ നേരെ സ്ട്രൈറ്റ് ടു ദ വീഡിയോ. കൂട്ടത്തിലെ മെയിൻ ആള് വന്നുകൊണ്ടിരിക്കുന്നു. ഇടിച്ചാലേ ഓ ചേച്ചി ആദ്യകരിയാ നടക്കുന്നത്. ഓ എന്നെ കിടുവാടാ.
ആംബിയൻസ് ഒക്കെ നോക്കി കേട്ടോ, ഇത്ര കിടില ആംബിയൻസിലാണ് നമ്മൾ വന്നിരിക്കുന്നത് കേട്ടോ. ഏത് വ്ളോഗർമാർ ഇങ്ങനെ ഇത്ര ആംബിയൻസിലൂടെ കൊണ്ടുപോകും? ഞാൻ മാത്രം. ദ വൺ ആൻഡ് ഓൺലി എക്സോട്ടിക് വ്ളോഗ്സ്. ഇനി അവിടുത്തെ വേറെ പ്രശ്നം എന്നാണ് ചെയ്യുന്നത്, അവിടെ മോട്ടറിൻ്റെ സൗണ്ടാണ്. അപ്പോൾ എത്രമാത്രം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാകും അല്ല കിട്ടുമെന്നുള്ളതാണ് ഒരു സംശയം. പിന്നെ ക്യാമറാമാൻ എണീറ്റിട്ടില്ല, അത് വേറെ സംശയം. അതുകൊണ്ട് എന്താകുമെന്നൊന്നും അറിയില്ല. നമ്മളെന്താ നമ്മുടെ പടവലങ്ങ തോട്ടത്തിലൂടെയാണ് ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നോക്കൂ, സെറ്റപ്പല്ലേ. അപ്പം നമുക്ക് ഇന്നലെ പോയി നോക്കാം. അപ്പം നമ്മൾ ഇന്നലെ കണ്ട ഇതാണ് നോക്കതേ, മീനെ കാണാലോ. അതാണ് ബ്രാൽ, ടിപ്പിക്കലി കോൾഡ് ബൈ വരാൽ. അപ്പം അതിനെ നമ്മളിന്ന് പിടിക്കും. ഇതിന് വിഷ്വൽസൊക്കെ എടുക്കുന്നതിലാണ് എനിക്കൊരു സംശയമുള്ളത്. ആരുമില്ല. എന്തായാലും നമുക്ക് പറ്റുന്നതൊക്കെ നോക്കാം. ഉറവുണ്ടോ ലൈവ് ഉറവാ. അതുപോലെ വെള്ളം വന്നുകൊണ്ടിരിക്കും. ഇന്നലെ നല്ല മഴ ഉണ്ടായിരുന്നു, പണി പാടുമെന്നൊക്കെ വെറുതെ. പാടത്തൊക്കെ അവിടെ പാടം വളർന്നിട്ടുണ്ട്, അവിടെയൊക്കെ ഭയങ്കര വെള്ളമായിട്ടുണ്ട്. സോ നമ്മളൊന്ന് ഭയന്നായിരുന്നു ഇത് വർക്കൗട്ട് ആകുമോ എന്നൊന്നും. എന്തായാലും നമ്മളിന്ന് മീനൊക്കെ പിടിച്ച് ഇന്ന് വിൽക്കുന്ന പരിപാടിയാണ്. അപ്പം എല്ലാം റെഡി ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്നു കേട്ടല്ലോ. ഇതിനെ നേരത്തെ കാത്തിരിപ്പുകൾക്കുള്ളിൽ ആവശ്യത്തെ മോട്ടറൊക്കെ തെളിഞ്ഞ് കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ 2.5 മോട്ടർ വെച്ചിരുന്ന സബ്മിർസിബിൾ ആയിരുന്നു. അപ്പൊ അവിടെയൊക്കെ ചെയറ് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ആ മോട്ടർ അടിച്ചു പോയി. ഇതുണ്ടല്ലോ, ഇതാണ് മുഴുവൻ മീനാണ്. എന്തായാലും മീനുണ്ടോ നിർത്തുക, കാരണം ഇത് രാമയുണ്ട്. പണ്ട് ഇതിന് മുമ്പ് കിടന്ന ഒരു വരാലുണ്ട്. അതുകൊണ്ട് എത്രമാത്രം മീൻ ഇതിനകത്തുണ്ടെന്ന് അറിയാനില്ല. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. അങ്ങ് ദൂരം കണ്ട ഒരു മീൻ അവരെ വെയിൽ വെള്ളം ഇറങ്ങിയതാണ്. അത് 100 ഇറങ്ങി പോയിട്ടുണ്ട്. നമ്മുടെ അവിചാരനും റോഹൻ സാറിന്റെ വന്നിട്ടുണ്ട്. കളം നിറയൂ. ഓ മപ്പു അപ്പം നമ്മുടെ ജിബിൻ സാർ ഇറങ്ങിയത്, ജെജിൻ സാർ ഇറങ്ങി. അപ്പം ഞാനും ഇനി എന്തായാലും ഇറങ്ങിയേക്കാം. അപ്പം കുറച്ച് വിഷ്വൽസൊക്കെ നമുക്ക് താഴെ നിൽക്കാം. അത് മീനൊക്കെ കിടന്ന് അവിടെ പിടയ്ക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഡ്രോൺ ഷോട്ടൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് പോവാം. അപ്പം പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ജെജി സാർ ഒറ്റ ഇതിനെ വിഷയം. ഇവിടെ നല്ല ചേറുണ്ട് കേട്ടോ. ഒരു മീനെ പിടിക്കാം, ഒറ്റ മീനെ പിടിക്കാം. ഇവിടെയുണ്ട്. അതെ, റേജാണ് പഴം പോലെ പിടിക്കും. ഇതൊക്കെ എപ്പോ വന്നടാ? പിന്നെ ഒരെണ്ണം പിടിക്കടാ. ഒരു മീനെ പിടിക്കുന്ന വീഡിയോ. എന്താ മോനെ, അയ്യോ ചെറുതാണോ? കുറെ നേരമായിട്ട് നോക്കുന്നു ഒരു മീനെ കിട്ടാൻ. ഇതൊരു മീനെ കിട്ടിയില്ല. ഓ, ഇവിടെ ഇപ്പൊ ഒരു മീൻ പോയത് പുല്ല്. എന്നാ ചേട്ടാ, എടാ കിട്ടണ്ടേ? ഞാൻ ശ്രമിക്കുന്നുണ്ട്. അവിച്ചേട്ടാ അവിടെ നോക്കിട്ട് പറയാ ചേട്ടാ എവിടെയാ ഉള്ളതെന്ന്. ഓ, നല്ല സൂപ്പർ കല്ല കേട്ടോ. തലയാ തോർത്ത് പിടിച്ചതൊക്കെ. മടുത്തോ ചേട്ടാ? ഇരിക്കണ്ടേ? നമുക്ക് തീർത്തിട്ട് ഇരുന്നാ മതി. കിട്ടിയോ? എന്നോ വലിയ മീനാണ്. മടുത്തോ നീയും? എടാ ഞാൻ അതെ ഞാൻ പിടിച്ചിട്ടില്ല മീനെ, വലിയ വാശയില്ല.
ആ ആണ്ടേ ജയിന്ത ചവിട്ടി മീനെ പിടിക്കുക. കല്ല് കല്ല് എന്ത് തല ചവിട്ടിയതൊക്കെ അവിടുത്തെ ഉറവുണ്ടോ? ഇത്ര ഉറവുണ്ട്. വെള്ളം പറ്റിച്ച വല്ലതും തീരുമോ? എത്ര പറ്റിക്കാനുണ്ട് ഒരു മീൻ. എടാ ജനെ തീരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു മീനായിട്ട് എനിക്ക് തന്നെ അതിടാല്ലേ. അങ്ങനെയല്ലേ വേണ്ടവരും കൈസ്. പാവൻ ജീവൻ മീൻ പിടിക്കാനൊക്കെ ആയിട്ട് ആവേശത്തിന് വന്ന. പക്ഷെ എന്നാ പറയാൻ, ചമ്മിപ്പോയി. പ്രക്രിയ എന്ന് പറഞ്ഞാൽ മീനെ അവർ പിടിക്കുന്നു, സാറെ ചാക്കായിട്ട് കൊണ്ടിരുന്നു, പപ്പ മേളിലോട്ട് കയറ്റുന്നു. അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഇച്ചിരി നമ്മൾ വിചാരിച്ചതല്ല കേട്ടോ. നമ്മൾ വിചാരിച്ചാൽ ഇച്ചിരി കട്ടിപ്പരിപാടി കേട്ടോ. ഇതിനകത്ത് ന്യായമായ രീതി ചെയ്യാറുണ്ട്. പിന്നെ ഈ കല്ല് ഉണ്ടല്ലോ, ആ കല്ല് മുഴുവൻ അടി കിടപ്പുണ്ട്. കാല് മുറിയാനുള്ള സാഹചര്യമുണ്ട്. പിന്നെ ഈ ഫോണും പിടിച്ചോണ്ട് എനിക്ക് മീനെ പിടിച്ചെന്ന് വലിയ പാടാം. ഇല്ലെങ്കിൽ ഞാൻ കലക്കിയാനെ അല്ലേടാ ഇതിനെ. ഇത് കണ്ടോ ഇവിടെ ഇതോടാ മാസ്. ജീവൻ ഇത് എങ്ങനെയാടാ മ്യൂസിക്. ഇവന് അടുത്ത് വിഷയം ഇവന് കൊറേ അടങ്ങാതിരിക്കല്ലേ ഇട്ടത്. ഇതിനെ അടുത്ത് എറിയടാ. ഇത് എന്നാ പിന്നെ ഇവിടെ നിൽക്കല്ല. ഇതിന്റെ ചുഴി വരുമ്പോഴത്തേക്കും പൈപ്പ് ചെരുപ്പ് പറഞ്ഞ ചുഴിയുടെ മേളിൽ ഇട്ടാൽ മതി, ചുഴി പോകും. എന്ത് സാധനം മേളിൽ ഇട്ടാൽ മതി, അത് പൊക്കോളും. ജയൻ സാർ ഓക്കെടാ. എവിടെ എഴുതണ്ടേ? ആ ഓക്കെ, പാപ്പൻസ് ഫാം. പുതിയ ഇതൊക്കെ തന്നെ ഉണ്ടോ? പാപ്പൻസ് ഫാം എന്ന് നമ്മൾ മീൻ കൊടുക്കുന്നത് പാപ്പൻസ് ഫാം എന്നുള്ള ഇതിന്റെ പേരിലാണ്. ഒരു വെറൈറ്റി. ആ പിടിക്ക് ചെയ്യാനേ എന്നതാ നടക്കുവോ ഞാന്. ഓ ജോൺസി മപ്പ്. ജോൺസിയുടെ മാസം കാണിച്ച് പോരും കേട്ടോ. ഓ ജോൺസിയുടെ ബോഡി ഈ ക്യാമറക്കകത്ത് വിഷയം ബോഡി കേട്ടോ ജോൺസിയുടെ. അല്ലെങ്കിൽ ജോൺസി ഫിറ്റ് ആണ്. ജോൺസി മറ്റേ കയ്യാലപ്പുറത്താണ്ട് തേങ്ങ എടുത്ത് വെച്ചാൽ അതെ എന്നാലും പുള്ളി കൈ എടുത്തോണ്ട് വരോട്ടോ. ഞാൻ നോക്കിയപ്പോ അത് കിട്ടിയില്ല. പക്ഷെ നമ്മളെ കൊണ്ട് ഈ പരിപാടി മാത്രം നടക്കത്തുള്ളൂ കേട്ടോ. ഇങ്ങനെ നിൽക്കാൻ മാത്രം എന്നെ കൊണ്ട് എടുത്ത് എനിക്ക് നടക്കുകയാണ്. എന്നെ കൊണ്ട് കിടത്തില്ല. ഗൈസ് അഭിചേട്ടനോടെ ഉണ്ട് പ്രത്യേകം മെൻഷൻ. എന്ത് കാണത്തില്ല. എങ്ങും പോകത്തില്ല ജോൺസി. എന്നാടാ ജോൺസി കോവയ്ക്കൊക്കെ പറിക്കാനല്ലേ പിടിക്കുന്നത്. ജയൻ തപ്പി എടുത്തോണ്ടിരിക്കുകയാണ്. നീ എവിടെയാ പിടിക്കണേ? വെള്ളം അത്യാവശ്യം നല്ല തന്നെ പറ്റിയിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്നൊക്കെ മറ്റേ തോട് പോലെ ഒഴുകുന്നേ. അത്യാവശ്യം പിടിച്ചേട്ടോ. ഇത് എന്താ പറയാ, പിന്നെ ഇതിനകത്ത് ചേറിനകത്തൊക്കെ സാധനം പൊതഞ്ഞു കിടപ്പുണ്ട്. പിന്നെ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്, നമ്മളൊരു 3 കേസോളം ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ കാണികളൊക്കെ ഉണ്ട്. നമ്മൾ ആക്ച്വലി ഇത് പിടിച്ചിട്ട് എന്താ പറയാ മീനെ കൊടുക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പം ഇന്ന് വെമ്പള്ളി കവലയാണ് വിൽപ്പന. ഇതിനകത്തിട്ടുണ്ട്, പിന്നെ ഈ ചെറുതിന് ദീപക്കകത്തിട്ടുണ്ട്. ജേജിന് ജീവനോട് അവിടെ ഞാൻ അപ്പം ഉണ്ടാക്കി കണ്ടോ, അപ്പം ഉണ്ടാക്കി കളിച്ചോണ്ടിരിക്കുകയാണ്. ഇതിനാ അത്
അതിന് അപ്പോ ആ ചോറ് കൊടുത്താണോ? ആയിക്കോട്ടെ ആയിക്കോട്ടെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഇവിടെ ഓൾമോസ്റ്റ് തീർന്നിട്ടുണ്ട്. എല്ലാവരും തന്നെ കയറി. ഉമ്മാരോട് കുറച്ച് തപ്പിക്കൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ. കാരണം അടുത്ത പ്രാവശ്യം മീനെ ഫുള്ള് എടുത്ത് തീർത്തില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം കുഞ്ഞു മീൻ ഇടുമ്പോൾ ഈ വരാല് തിന്നും. അങ്ങനെ ഒരു ഇഷ്യൂ ആണ്. അതുകൊണ്ട് മാക്സിമം തീർത്ത് എടുക്കാനുള്ള സ്കീമിലാണ്. ഡ്രോൺ എവിടെ? ഡ്രോൺ താഴോട്ട് വരട്ടെ. നമ്മളപ്പോ പരിപാടി ഒന്നും കഴിഞ്ഞിരിക്കുകയാണ്. കിട്ടില്ല ഫോട്ടോ, കിട്ടില്ല ഫോട്ടോ. നമ്മളപ്പോൾ ഇവിടം വരെയാണ് വണ്ടി കൊണ്ടുണ്ട്. ഈ റബ്ബർ തോട്ടത്തിനകത്ത് ഒരു പിക്കപ്പ് വന്നെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും പിക്കപ്പ് വന്ന പാടുകളുണ്ട്. സോ നമുക്ക് എന്തായാലും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതാണ് വഴിയുടെ അറ്റം. ഇവിടെ നിന്നാണ് വണ്ടി ഇറക്കേണ്ടത്. ഇതാണ് ഓർത്തിട്ട കണ്ടല്ലോ ഇവിടെ ഇങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത്. നമുക്ക് എന്തായാലും ഒരു ബൈറ്റ് നോക്കാം. എന്തായാലും വണ്ടി എടുത്ത് നോക്കാം. ഇപ്പം തന്നെ മടുപ്പായി ഇപ്പോൾ ഇവിടെ. അല്ല സാർ ചുമ്മാ പറമ്പിൽ കൂടെ വണ്ടി ഓടിക്കുന്നത്. വാ നമ്മുടെ സാധനം എടുത്ത് ജിബിൻ സാറേ ജനറേറ്ററൊക്കെ മോട്ടറൊക്കെ ഇട്ടുണ്ട്. അപ്പം ജാറ് പോയിട്ട് വരുന്നുണ്ട്. ഒരു പേരിനെങ്കിലും അതെ പിടിക്കും. ഒരു കയറ് ഊരി പോയേ. കയറാ കൂട്ടി ഒന്ന് പൊക്കത്തി പിടിച്ചേക്ക്. അല്ല കയറ് ഇതിരിക്കുന്നാണല്ലോ ഉമ്മാട്. എടാ കയറ് നീ എന്തിനാണ് വലിയാക്കെടുക്ക് വലിയാക്കെടുക്ക് മൂടുമ്പോ യാക്കെടുക്കടാ. മതിയോ? പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് ഇട്ട് അങ്ങനെ നിൽക്കുവോ? എന്നാ ഇതിന് മനസ്സിലാകണ്ടേ നിൽക്കാനുള്ള ബോധമില്ലാത്ത കയറും. ഗൈസ് അടുത്ത ജിവിന്റെ തലയാണ് വെക്കുന്നത്. ജിവിനെ വിചാരിക്കുന്നവരാണ്. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ജിവിന. ഇതൊക്കെ എന്ത് ഒരെണ്ണം പിടിച്ചു കാണിക്കോ? ഒരു വീഡിയോക്കെങ്കിലും ഒരെണ്ണം പിടിക്കും പോലും. ഞാൻ മൊബൈലും പിടിച്ച് കുളത്തിലിറങ്ങി അതാ അത് ഇറങ്ങിയപ്പോഴും അവിടെ പോയി വല പിടിച്ചേച്ച് മൊബൈലും പിടിച്ച് ഇങ്ങനെ വട്ടം കിടന്ന് നടക്കുക. നീ വരുമ്പോ തലയിലോട്ട് കയറുക. ഈ മോനെ പറ്റിയാണ് ഇത് പറയുന്നത്. ചേട്ടാ അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. മോനു ഒരെണ്ണെങ്കിലും പിടിക്കും മോനു. അങ്ങോട്ട് കിട്ടാലോ? വലത്തെ ഗ്രിപ്പ് മുഴുവൻ പോയി കേട്ടോ. ഇടത്തേക്ക് പിടിച്ചപ്പോ കിട്ടുന്നു. കൊള്ളാലോ. അതേതാ കളി? ഇനി അപ്പുറത്തെ കഴിക്കുന്ന എടുത്ത് നോക്കി ചിലപ്പോ ഒന്നെങ്കിലും പവർ തിരിച്ച് പവർ വരട്ടെ. വലത്തേക്കയുടെ പവർ കണ്ണ് കിട്ടിയതാ. ഓ അഭിചേട്ടാ ഇത് എത്ര നേരം മടുക്കല വെച്ചിരിക്കുന്ന? കുറെ നേരം നിന്ന് കഴിയുമ്പോ ഒരേ പോസ്റ്റിൽ അഭിചേട്ടാ കുറെ നേരം. എടാ അലക്സ എടുക്കല്ലേ, താഴെ വീഴാ പോലും എടുക്കുന്നത്. വല്ലാത്ത തലവേദന. ഞാനൊന്ന് കിടക്കട്ടെ. എനിക്കറിയാറുണ്ട്. ഞാൻ മറന്നുപോയതാ. അപ്പൊ നമ്മൾ ഏകദേശം സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഫുൾ മീൻ നിറച്ചിട്ടുണ്ട് ഈ രണ്ട് കേസിനകത്ത്. നമുക്കപ്പോൾ ലെറ്റ്സ് ഗോ. നമുക്ക് പോയേക്കല്ലേ? പോട്ടെ പോന്നോട്ടെ പോന്നോട്ടെ പോട്ടെ. വാ 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 പോട്ടെ പോട്ടെ. നമ്മളങ്ങനെ കരകണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് എല്ലാം കയറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം നേരെ കാവലയിലോട്ട് പോകാം. ഗൈസ് അപ്പം നമ്മളങ്ങനെ
ഇവിടെ എത്തിയിട്ടുണ്ട്. അതായത് വെമ്പളി കവലയിൽ നമ്മൾ അവിടെയാണ് അവിടെയാണ് നമ്മൾ ഇന്ന് വിൽക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന സാധനം. നമ്മൾ ഇവിടെ വെക്കാമെന്ന് തീരുമാനിച്ചു. ഇവിടെ പിന്നെ അത് ഊരുള്ള വരാല് കാണക്കാരെ പഞ്ചായത്ത് പ്രസിഡന്റിന് ആദ്യം കൊടുത്തിരിക്കുകയാണ്. എന്തായാലും കസ്റ്റമേഴ്സ് ഒക്കെ വന്നു തുടങ്ങിയിരിക്കുകയാണ്. നമ്മൾ സാധനം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദരണയായ ബിജുചാച്ച വന്നിരിക്കുകയാണ്. ഇത് എന്നെ ഇത് വെപ്രാളൊന്നും പിടിക്കൊന്നും വേണേ. പിന്നെ വെള്ളം ഒഴിക്കണം, ഒരു ശാലം വെള്ളം ഒഴിച്ചേക്ക്. അയ്യോ ഇതിനടുത്ത് താഴെ ഇട്ടാണ്. ഇനി അതെന്നെ സംഭവം വിൽപ്പന പിടിച്ചായിരുന്നോ? കേട്ടോ മപ്പ് എടാ മോവിനെ മേടിച്ചിട്ട് പോടാ. 400 രൂപ കിലോ, അവിടെ 500. ആ മേടിക്കും എണ്ണ വാടാ കാണാൻ മേടിച്ചിട്ട് പോടാ. ചീനി മേടിക്കും. വരാതെ മേടിക്കും. എടാ പ്രോട്ടീനാടാ, ഹൈ പ്രോട്ടീൻ. ആ വെള്ളം കുടിച്ചാൽ മതി. ഇവനിപ്പോ കുടിച്ചു കാണിക്കും. തളർന്നു കിടന്ന വിപണിയെ പിടിച്ചു കുലുക്കാൻ നമ്മുടെ കണ്ണിലുണ്ണിയായ അളിയൻ വന്നിരിക്കുന്നു. ആൾക്കാരെ ഈ വണ്ടി വേണം നിർത്തിക്കോ. ചേട്ടാ വരാല് മേടിച്ചോ. വേണ്ടെന്ന് പറഞ്ഞു ചേട്ടാ. ഓ അവരേലും നോക്കിയല്ലോ. പെയ്ഡ് ആക്ടേഴ്സ് ആണോ? ബസ്സുകാർ നിർത്തുവോ? ആ ഉള്ളി ആയി കൊള്ളാം. ഇനി ആരെല്ലാം ഉണ്ടോ? ആരെ കാണിക്കുന്നത്? വണ്ടി ഒന്നും അടുത്ത് വരുന്ന പോലും ഇല്ലല്ലോ. ഇത് പോട്ടെ. ആ ഓട്ടോക്കാരനെ പിടിച്ചോ. അത് നമ്മുടെ ആളാ. ഇവിടെ ബിസിനസ് ഒക്കെ നടക്കുന്നുണ്ടായിരിക്കാം, ആൾക്കാരൊക്കെ വരുന്നുണ്ടായിരിക്കാം. പക്ഷെ നമ്മളിവിടെ പ്രശംസനീയമായ കാഴ്ച സർവീസസ് ഇവിടെ സമ്മാനിക്കുന്ന ആളുകൾ ഉണ്ടല്ലോ. ഇവിടെ ഇത്രയും ദൂരെയൊക്കെ മാറി ഇതിന്റെ മെന്റാലിറ്റി നടന്നത് അത് വെയിലുണ്ടോ. പിന്നെ അതുപോലെ ആൾക്കാരെ തട്ടിയിട്ടുകൊണ്ട് വരെ വഴി നിർത്തിച്ച് വട്ടം കയറിന്നൊക്കെ വരാല്ലേ വിൽപ്പന. കഠിനമായ വെയിലിനെ തുടർന്ന് മരിച്ചുപോയ മത്സ്യക്കുഞ്ഞുങ്ങളെ ജീവിപ്പിക്കാൻ വേണ്ടിയുള്ള അക്ഷീണ പ്രയത്നത്തിലാണ് സുഹൃത്തുക്കളെ നമ്മുടെ അളിയൻ. നാളെ ഈസ്റ്ററാണ്, അതുകൊണ്ട് മീൻ ഉയർത്തെഴുന്നേക്കെന്ന് പറഞ്ഞുകൊണ്ട് ചത്ത മീനെ വെള്ളത്തിലിടാൻ പോവുകയാണ് പുള്ളി. നമ്മളപ്പോൾ എന്തായാലും ഒരു ബൾക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ബൾക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ട്. സാധനം ഒന്ന് സെറ്റ് ചെയ്യണം, എത്രയാണ് തൂക്കം എന്നൊക്കെ നോക്കി. നമ്മുടെ പരിപാടികളെല്ലാം ഏകദേശം പരിസമാപ്തി എത്തി നിൽക്കുകയാണ്. നമ്മളപ്പോൾ തിരിച്ച് വീട്ടിലെത്തിയിട്ട് നമ്മളപ്പോൾ ആ ബൾക്ക് ഓർഡറോടെ നമ്മൾ കവലയുള്ള പരിപാടിയെല്ലാം തീർത്തിരുന്നു. സോ എന്നിട്ട് ബാക്കി നമ്മൾ കുറച്ച് ഓൺലൈൻ ഓർഡേഴ്സ് ഉണ്ട്. അപ്പോൾ അതെല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. റേറ്റൊക്കെ കാര്യങ്ങളൊക്കെ എഴുതി നമ്മുടെ ഡെലിവറി ബോയ് അളിയാണെന്ന് ഞാൻ കൊറിയർ ഡെലിവറി എടുക്കാൻ വേണ്ടി സാധനം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാം വിളിച്ച് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ക്യാഷർ റേറ്റ് എഴുതിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്കിത് ഹ്യൂജ് ഓർഡർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാം കൂടെ നമുക്ക് കൊടുക്കേണ്ടിയിരിക്കുന്നു. അപ്പം ഞങ്ങളെ വിൽപ്പന പരിസമാപ്തിയിലെത്തിയിരിക്കുന്നു. അപ്പം മീൻ കൊടുക്കാൻ വേണ്ടി നമ്മുടെ അടുത്തുള്ള കടയിൽ തന്നെ അടുത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ അവിടെ മീൻ കൊടുത്ത് തീർത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ മീൻ തീർന്നിരിക്കുകയാണ്. ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടിയുടെ പരിസമാപ്തി കുറിച്ചിരിക്കുകയാണ്. ഇന്നത്തെ മാൻ ഓഫ് ദ മാച്ച് നമ്മുടെ അളിയനാണ്. ഇത്ര ഓർഡറുകൾ പിടിച്ചെന്ന ഊച്ചാളി അളിയൻ. അപ്പം ഇന്നത്തെ ഗൈസ് നമ്മുടെ ഇന്നത്തെ പരിപാടി എവിടെ? ലാസ്റ്റ് റൈഡ് കണ്ടല്ലോ. എന്നടാ വാട്സാപ്പിലുള്ളതെന്നോ? അപ്പം നമ്മൾ എന്തായാലും ഈ വീഡിയോ ഈസ്റ്ററിനായിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത്. എന്തായാലും ഈസ്റ്റർ കണ്ടില്ല എന്നല്ലേ? ഈസ്റ്റർ നാളെ നിങ്ങൾ ഈ വീഡിയോ കണ്ടിരിക്കും. നാളെ ഇന്ന് എടുക്കുന്ന ദുഃഖ ശനിയാഴ്ചയാണ്. ഈസ്റ്ററിന് ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിരിക്കും. സോ ഗൈസ്, സ്റ്റേ ട്യൂൺഡ് ഫോർ അനദർ വീഡിയോ. ബൈ ബൈ.